Next duty arising out of common law, that is under his contract with the company. ഒരു കമ്പനിയുടെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാണ് അയാളെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. An auditor is appointed by an agreement with his client, that is the company. So he has some duties arising out of the common law or the law of contract. അങ്ങനെ ഒരു ക്ലയൻറ്റുമായിട്ട് അല്ലെങ്കിൽ ആ കമ്പനിയുമായിട്ട് എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോ ഓഫ് കോൺട്രാക്റ്റ് അനുസരിച്ചുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. Under the law of contract, he has to perform all those duties which he has expressly or impliedly undertaken to perform under his contract with the company. ആ കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ടും അല്ലാതെയും പറഞ്ഞിരിക്കുന്ന എല്ലാ ഡ്യൂട്ടീസും ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ഓഡിറ്റർക്ക് ഉണ്ട്. അതാണ് കോൺട്രാക്ട് ലോയിൽ പറഞ്ഞിരിക്കുന്നത്. The important contractual duties of an auditor are: first one, an auditor has a duty to see that his appointment is in order, that is properly made. അയാളുടെ അപ്പോയിൻമെൻറ്റ് ശരിയായ രീതിയിലാണോ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ അയാൾ ഉറപ്പ് വരുത്തിയിരിക്കണം. രണ്ടാമത്തത്, he must perform all the duties under the common law. ആ കോൺട്രാക്ട് ലോയെ അനുസരിച്ചുള്ള എല്ലാ ഡ്യൂട്ടീസും അയാൾ പെർഫോം ചെയ്തിരിക്കണം. If he is required to perform certain special duties under the contract with the company, say conduct of efficiency audit or proprietary audit, he has to perform them. കോൺട്രാക്ട് ആ കമ്പനിയുമായിട്ട് ഏർപ്പെട്ട ആ കോൺട്രാക്റ്റിൽ ചില സ്പെഷ്യൽ ഡ്യൂട്ടീസൊക്കെ അയാളോട് പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൊപ്രൈറ്ററി ഓഡിറ്റും അതുപോലെ തന്നെ എഫിഷ്യൻസി ഓഡിറ്റും ഒക്കെ ആ ഓഡിറ്ററോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളത് ചെയ്തിരിക്കണം. അത് സ്പെഷ്യലായിട്ട് പറയുന്ന ഡ്യൂട്ടീസ്. An auditor is required to perform his contractual duties with reasonable care and diligence in order to avoid his liability for breach of contract. അതുകൊണ്ട് അയാളുടെ ഡ്യൂട്ടീസ് അത് വളരെ കൃത്യമായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഒരു ബ്രീച്ച് ഉണ്ടാവുക, അതായത് കോൺട്രാക്റ്റ് തെറ്റിച്ച് ആണ് അയാൾ പെർഫോം ചെയ്തതെന്നുള്ളൊരു ലയബിലിറ്റി അയാൾക്ക് ഉണ്ടാകും. ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ ഓർ കോർട്ട് ഡിസിഷൻ. നിയമം അല്ലെങ്കിൽ കോടതി വഴിയുള്ള ഡിസിഷൻ വെച്ച് അയാളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. There are certain duties imposed on a company auditor by court or legal decision. കോടതിയിൽ നിന്നുള്ളൊരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. An auditor must make himself fully acquainted with his duties under the Companies Act and the Articles of Association of the company. ഒരു കമ്പനീസ് ആക്റ്റും അതുപോലെ തന്നെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ് എല്ലാം തന്നെ അയാൾ ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് അയാൾ ഉറപ്പ് വരുത്തിയിരിക്കണം. He must not confine himself only to verify the arithmetical accuracy of the balance sheet, but should also inquire into its real accuracy and fairness. ബാലൻസ് ഷീറ്റിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി മാത്രം അയാൾ വെരിഫൈ ചെയ്താൽ പോരാ, അത് എത്രമാത്രം ശരിയായ രീതി കറക്റ്റായിട്ടും കൃത്യമായിട്ടും ആണ് ചെയ്തിരിക്കുന്നത്, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നും അയാൾ എൻക്വയറി ചെയ്തിരിക്കണം. He should satisfy himself about the valuation of assets and make personal inspection of securities in the custody of the company or any other person on its behalf. അതുപോലെ തന്നെ അസറ്റിൻ്റെ വാല്യുവേഷനും ഓഡിറ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും സെക്യൂരിറ്റീസൊക്കെ ആരെങ്കിലും പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കമ്പനി കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി മറ്റാരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടോ എന്നും അയാൾ പേഴ്സണലായിട്ട് തന്നെയുള്ള ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം. എന്ന് വെച്ചാൽ നേരിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം. He should perform his duties with as much skill, care and caution which a competent and careful auditor will do. എത്രമാത്രം കഴിവോടുകൂടി അല്ലെങ്കിൽ വളരെ കെയറോട് അല്ലെങ്കിൽ കോഷൻ ശ്രദ്ധയോടുകൂടി ഒരു വളരെ എഫിഷ്യൻ്റ് ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഓഡിറ്റർക്ക് അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ അത്രയും പെർഫെക്ഷനോടുകൂടി തന്നെ അയാളുടെ ഡ്യൂട്ടി ചെയ്തിരിക്കണം. It is a duty of a company auditor to check the stock properly. അതുപോലെ തന്നെ കമ്പനി ഓഡിറ്റർ സ്റ്റോക്കും ചെക്ക് ചെയ്തിരിക്കണം, സ്റ്റോക്ക് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം.
He should examine properly the terms of the debentures trust deed. അതുപോലെ തന്നെ ഈ ഡിബഞ്ചേഴ്സ് ഉണ്ടല്ലോ, ഡിബഞ്ചേഴ്സിൻ്റെ ട്രസ്റ്റ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതും ഓഡിറ്റർ ചെക്ക് ചെയ്തിരിക്കണം. ഹി ഈസ് ഓൾസോ ബൗണ്ട് ടു ബി എ ഡിറ്റക്റ്റീവ് ഓർ ടു അപ്രോച്ച് ഹിസ് വർക്ക് വിത്ത് സസ്പിഷൻ ഓർ വിത്ത് ഫോർഗോൺ conclusion that he is something wrong. He is only a watchdog and not a bloodhound. He is entitled to rely upon the statements of responsible servants of the company, provided he takes reasonable care. ഒരു ഓഡിറ്റർ ഒരു ഡിറ്റക്റ്റീവോ അല്ലെങ്കിൽ ഒന്നും ആവേണ്ട കാര്യമില്ല. ടു അപ്രോച്ച് ഹിസ് വർക്ക് വിത്ത് സസ്പിഷൻ ഓർ വിത്ത് ഫോർഗോൺ കൺക്ലൂഷൻ ദാറ്റ് ദർ ഇസ് സംതിങ് റോങ്. അയാൾ ഒരിക്കലും ഒരു ഡിറ്റക്റ്റീവ് ആവുകയോ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ സംശയത്തോടുകൂടിയും അതുപോലെ തന്നെ അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടിയും സമീപിക്കേണ്ട കാര്യം ഇല്ല. ഇറ്റ്സ് ഓൺലി എ വാച്ച് ഡോഗ് ആൻഡ് നോട്ട് എ ബ്ലഡ് ഹോണ്ട്. അയാളൊരു കാവൽ നായ മാത്രമാണ്, അല്ലാതെ ഒരു ബ്ലഡ് ഹോണ്ട് അല്ല. He is entitled to rely upon the statements of responsible servants of the company, provided he takes reasonable care. അയാൾക്ക് ആ കമ്പനിയുടെ സെർവൻസ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് നൽകുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ശരിയാണ് എന്ന് അയാൾക്ക് വിശ്വസിച്ചുകൊണ്ട് ആണ് അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ട് നൽകുന്നത്. ആ രീതിയിൽ എടുത്താൽ മതി. An auditor should correspond in writing with the previous auditor in whose place he has been appointed as an auditor of the company. അതുപോലെ തന്നെ ഒരു ഓഡിറ്റർ അയാളുടെ പ്രീവിയസ് ഓഡിറ്റർക്ക് റിട്ടേൺ ആയിട്ട് തന്നെ അയാളുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് അറിയിച്ചിരിക്കണം. ഇൻ ഹൂസ് പ്ലേസ് ഹി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എൻ ഓഡിറ്റർ ഓഫ് ദി കമ്പനി. An auditor should not adopt foul means over the shareholders to get himself appointed as an auditor. അതുപോലെ തന്നെ ഈ മെമ്പേഴ്സിനെ അയാൾ സോപ്പിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പാരിതോഷികമൊക്കെ നൽകി ഒരു ഫൗൾ പ്ലേ ഒന്നും ചെയ്ത് അയാൾ ഓഡിറ്റർ ആവാനായിട്ട് ശ്രമിക്കരുത്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എൻ ഓഡിറ്റർ നോട്ട് ടു പ്രാക്ടീസ് ആസ് എൻ ഓഡിറ്റർ അൺലെസ് ഹി ഈസ് എ മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് accountants and a holder of a certificate of practice in this council of the institute. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ICAയുടെ മെമ്പറും അല്ലാത്ത ഒരാളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളും ഒരു കാരണവശാലും ഓഡിറ്ററായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഫോർത്ത് ഡ്യൂട്ടി, ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേറ്റ്. ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. മെയിൻ ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ റൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേറ്റ് ആർ എവറി ഓഡിറ്റർ ഷുഡ് ക്യാരി on his duties with due regard to public interest and not his personal interest. ഒരു ഓഡിറ്റർ അയാളുടെ ഡ്യൂട്ടി പബ്ലിക്കിൻ്റെ ഗുണത്തിനായിട്ട് വേണം പെർഫോം ചെയ്യാൻ, അല്ലാതെ അയാളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ആയിരിക്കരുത്. An auditor should comply with the rules and regulations formulated by the Institute of Chartered Accountants of India. ഒരു ICAയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത് അനുസരിച്ച് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണം ഓഡിറ്റർ അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ. ഹി മസ്റ്റ് ബി ഹോണസ്റ്റ്, സിൻസിയർ, ടെക്നിക്കലി കോമ്പിറ്റൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അയാൾ സത്യസന്ധനായിരിക്കണം, വളരെ സിൻസിയർ ആയിരിക്കണം, പിന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആരും അയാളെ സ്വാധീനിക്കാൻ ഇട വരുത്തരുത്. He should disclose full and fair information about the working and financial position of the company to the shareholders. ഒരു കമ്പനിയുടെ വർക്കിങ്ങും അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചും ഷെയർ ഹോൾഡേഴ്സിന് മുഴുവൻ വിവരങ്ങളും അയാൾ നൽകിയിരിക്കണം. Next, joint auditors. Sometimes more than one auditor is appointed to carry out the assignment effectively and to finish the job in time. This is usually done by banking, insurance, and other big concerns whose business extends over a large area. In such cases, each auditor is jointly liable and responsible for the entire audit. Hence, when the work of auditors is divided by mutual agreement, it may be desirable for each auditor to avoid responsibility for work he has not perform. This can be done by specifically stating in his report the extent of work done
by him. That is, in that case, he will be liable only for the portion of his work. Joint auditors. ചില സമയത്ത് വലിയ കമ്പനികളിൽ അല്ലെങ്കിൽ വലിയ ബാങ്കിങ് ഇൻഷുറൻസ് അതുപോലെ തന്നെ വലിയ കമ്പനിയിലൊക്കെ അതിൻ്റെ ബിസിനസ്സും ഒക്കെ വളരെ വലുതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് കാരണം ആ ഫുൾ ജോബും ഒരാളെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓഡിറ്റ് കറക്റ്റ് ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടത് കൊണ്ട് ആ ഓഡിറ്റ് ജോബ് പലർക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. ഓരോ ഓഡിറ്റർ മാത്രമായിരിക്കും, അത് ഒരു കുറേയേറെ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് ആ കംപ്ലീറ്റ് ഓഡിറ്റ് വർക്ക് പലർക്കായിട്ട് വീതിച്ച് കൊടുക്കും. ഇൻ സച്ച് കേസസ് ഈച്ച് ഓഡിറ്റർ ഈസ് ജോയിൻലി ലയബിൾ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ എൻറ്റയർ ഓഡിറ്റ്. ആ മൊത്തം ഓഡിറ്റിനും ഉത്തരവാദികളായിരിക്കും ആ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന എല്ലാ ഓഡിറ്റേഴ്സും. However, where the work of auditors is divided by mutual agreement, it may be desirable for each auditor to avoid responsibility for work he has not performed. അങ്ങനെ ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് വഴി ഓഡിറ്റ് വർക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം അത് ആ ഓഡിറ്റർക്ക് അയാൾ ചെയ്യുന്ന വർക്കിന് മാത്രം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ മതി. അയാൾ ചെയ്യാത്ത വർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി അയാളൊന്നും എടുക്കേണ്ട കാര്യമില്ല. ദിസ് ക്യാൻ ബി ഡൺ ബൈ സ്പെസിഫിക്കലി സ്റ്റേറ്റിംഗ് ഇൻ ഹിസ് റിപ്പോർട്ട് ദ എക്സ്റ്റെൻറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ ഹിം. അത് സാധ്യമാകുന്ന അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് അയാൾ ഏത് ഓഡിറ്റ് വർക്കാണ് ചെയ്തത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്ത ഓഡിറ്റ് വർക്കിന് മാത്രം അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. മറ്റൊരു ഓഡിറ്റിലും അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കില്ല. അതാണ് ജോയിൻ്റ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഓഡിറ്റേഴ്സിനെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ബിഗ് കൺസേണിൻ്റെ ഓഡിറ്റേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സിനെയാണ് ജോയിൻ്റ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. Then branch auditors. The Companies Act 2013 governs the audit of branch offices. ബ്രാഞ്ച് ഓഫീസും ഓഡിറ്റ് ചെയ്യണമെന്ന് കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട്. Where a company has a branch office in India, accounts of that office shall be audited by the company's auditors or by any other qualified person. ഇന്ത്യയിലുള്ള ഒരു ബ്രാഞ്ച് ഓഫീസ് ഒരു കമ്പനിയാണെങ്കിൽ ആ ബ്രാഞ്ചിൻ്റെ ഓഡിറ്റ് കമ്പനിയുടെ ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സോ ഓഡിറ്റ് ചെയ്തിരിക്കണം. In the case of a branch office situated in a foreign company, accounts can be audited either by company's auditor or by any other qualified person or by an accountant duly qualified to act as an auditor of the branch office in accordance with the laws of the country. ഒരു ഫോറിൻ കമ്പനിയിലുള്ള ബ്രാഞ്ച് ആണെങ്കിൽ ആ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സൊക്കെ ഒന്നുകിൽ കമ്പനി ഓഡിറ്റർ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു ക്വാളിഫൈഡ് പേഴ്സണോ അതല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റോ ഡ്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റോ ഓഡിറ്റ് ചെയ്താൽ മതിയാകും. എങ്ങനെയാണ്? ആ രാജ്യത്തെ നിയമം അനുസരിച്ചുള്ള ഓഡിറ്റേഴ്സ് അവർ ചെയ്താൽ മതിയാകും. Appointment of branch auditors. In the case of accounts of a branch office are to be audited by a person other than the company's auditor, the appointment of the branch auditor may be done by the company in a general meeting, or the board of directors may be authorized to appoint a branch auditor in consultation with the company auditor. ഇനി ഒരു ബ്രാഞ്ച് ഓഫീസ് ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓഡിറ്റർ എന്ന് പറയുന്നത് നമ്മൾ കമ്പനി ഓഡിറ്റർ അല്ല, പകരം വേറൊരാളാണ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ അപ്പോയിൻമെൻറ്റ് ഒരു ജനറൽ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിലോ കമ്പനി തന്നെ അപ്പോയിൻറ്റ് ചെയ്യുക. മേ ബി ഓതറൈസ്ഡ് ടു അപ്പോയിൻറ്റ് എ ബ്രാഞ്ച് ഓഡിറ്റർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ കമ്പനി ഓഡിറ്റർ. ആ കമ്പനി ഓഡിറ്ററുടെ കൺസൾട്ടേഷനോടുകൂടി ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബ്രാഞ്ച് auditor. The branch auditor shall have the same powers and duties of the company auditor in respect of audit of the particular branch. ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് സാധാരണ ഉള്ള കമ്പനി ഓഡിറ്ററുടെ എല്ലാ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും പവറും എല്ലാം ഈ ബ്രാഞ്ച് ഓഡിറ്റർക്കും ഉണ്ട്. Audit report of branch auditor. The branch auditor shall prepare an audit report on the accounts of the branch office examined by him
ആൻഡ് ഫോർവേഡ് ദ സെയിം ടു ദ കമ്പനി ഓഡിറ്റർ. ഒരു ബ്രാഞ്ച് ഓഫീസ് ഓഡിറ്റ് ചെയ്ത ബ്രാഞ്ച് ഓഡിറ്റർ അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ട് അത് കമ്പനി ഓഡിറ്റർക്ക് നൽകിയിരിക്കണം. കമ്പനി ഓഡിറ്റർ ഷാൽ ഇൻ പ്രിപ്പയറിംഗ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഡീൽ വിത്ത് ദ സെയിം ഇൻ സച്ച് മാനർ ആസ് ഹി കൺസിഡർ നെസസറി. അതിനുശേഷം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി ഓഡിറ്റർ അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനകത്ത് ആ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തുണ്ടെങ്കിൽ അതും ഈ കമ്പനി ഓഡിറ്റർ അയാളുടെ സ്വന്തം ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം.